ഉറക്കത്തിന്റെ പ്രത്യേക ഘട്ടങ്ങളിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ദൃശ്യങ്ങൾ, ശബ്ദങ്ങൾ, വികാരങ്ങൾ എന്നിവയാണ് സ്വപ്നങ്ങൾ. ഇതിൽ യുക്തിയോ ക്രമമോ ഉണ്ടാകണമെന്നില്ല. നമ്മുടെ ചിന്തകൾ, ഓർമ്മകൾ, ഭയങ്ങൾ എന്നിവയെല്ലാം ഒരു കഥ പോലെ മിന്നിമറയുന്ന അവസ്ഥയാണിത്. നമ്മൾ എങ്ങനെയാണ് സ്വപ്നം കാണുന്നത്? നമ്മുടെ ഉറക്കത്തിന് പല ഘട്ടങ്ങളുണ്ട്. ഇതിൽ REM റാപ്പിഡ് ഐ മൂവ്മെന്റ് എന്ന ഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങൾ കാണുന്നത്. ഈ സമയത്താണ് നമ്മുടെ കൺപോളകൾ അടഞ്ഞിരിക്കുമെങ്കിലും കണ്ണ് വേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കും. ശരീരം ഏകദേശം തളർന്ന അവസ്ഥയിലായിരിക്കും. ഇതിനെ സ്ലീപ്പ് പാരലൈസിസ് എന്ന് വിളിക്കുന്നു. ഇത് സ്വപ്നത്തിൽ കാണുന്ന കാര്യങ്ങൾ നമ്മൾ നേരിട്ട് പ്രവർത്തിക്കാതിരിക്കാൻ പ്രകൃതി ഒരുക്കിയ സുരക്ഷാ കവചമാണ്. ഹൃദയമിടിപ്പും ശ്വസനവും വർദ്ധിക്കുന്നു. മുഖങ്ങൾ നമ്മൾ നിർമ്മിക്കുന്നതല്ല. സ്വപ്നത്തിൽ കാണുന്ന ഓരോ മുഖവും നമ്മൾ എപ്പോഴെങ്കിലും നേരിൽ കണ്ടവരായിരിക്കും. നമ്മുടെ തലച്ചോറിന് പുതിയ മുഖങ്ങൾ സൃഷ്ടിക്കാൻ കഴിയില്ല. മറന്നുപോകുന്ന സ്വപ്നങ്ങൾ. ഉണർന്ന് 5 മിനിറ്റിനുള്ളിൽ കണ്ട സ്വപ്നത്തിന്റെ പകുതിയും നമ്മൾ മറക്കും. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും 90% ഓർമ്മയിൽ നിന്ന് മാഞ്ഞുപോകും. എല്ലാവരും വർണ്ണാഭമായ സ്വപ്നങ്ങളല്ല കാണുന്നത്. ഏകദേശം 12% ആളുകൾ കറുപ്പും വെളുപ്പും സ്വപ്നങ്ങൾ മാത്രമാണ് കാണാറുള്ളത്. കാഴ്ചശക്തിയില്ലാത്തവരും സ്വപ്നം കാണാറുണ്ട്. ജന്മനാ കാഴ്ചയില്ലാത്തവർ ദൃശ്യങ്ങൾക്ക് പകരം ശബ്ദം, സ്പർശം, ഗന്ധം എന്നിവയിലൂടെയാണ് സ്വപ്നമനുഭവിക്കുന്നത്. മൃഗങ്ങളും സ്വപ്നം കാണും. മനുഷ്യരെപ്പോലെ തന്നെ പൂച്ചകളും പട്ടികളും മറ്റു മൃഗങ്ങളും സ്വപ്നം കാണാറുണ്ട്. ഉറക്കത്തിൽ നായകൾ കാലിട്ടടിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അവർ സ്വപ്നത്തിൽ എന്തിനെയോ ഓടിക്കുകയാവാം. ലൂസിഡ് ഡ്രീമിംഗ്, താൻ സ്വപ്നം കാണുകയാണെന്ന് തിരിച്ചറിയുന്ന അവസ്ഥയാണിത്. ഈ അവസ്ഥയിൽ സ്വപ്നത്തിലെ കാര്യങ്ങളെ നിയന്ത്രിക്കാൻ പോലും ചിലർക്ക് സാധിക്കാറുണ്ട്. സ്വപ്നങ്ങൾ വെറുതെ ഉണ്ടാകുന്നതല്ല എന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. ഇതിന് പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. ഓർമ്മ പുതുക്കൽ. പകൽ സമയത്ത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളും അനുഭവങ്ങളും തലച്ചോർ തരംതിരിക്കുകയും പ്രധാനപ്പെട്ടവ ദീർഘകാല ഓർമ്മയിലേക്ക് മാറ്റുകയും ചെയ്യുന്നത് ഉറക്കത്തിലാണ്. ഇതിന്റെ ഭാഗമായാണ് പലപ്പോഴും സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത്. വൈകാരിക നിയന്ത്രണം, ഇമോഷണൽ പ്രോസസ്സിംഗ്. മനസ്സിനുണ്ടാകുന്ന വിഷമങ്ങൾ, ഭയം, സമ്മർദ്ദം എന്നിവയെ സ്വപ്നങ്ങളിലൂടെ തലച്ചോർ ഡീപ്രോഗ്രാം ചെയ്തു മാറ്റാൻ ശ്രമിക്കുന്നു. ഇതൊരു സ്വയം ചികിത്സാരീതി പോലെയാണ്. പ്രശ്നപരിഹാരം. ഉണർന്നിരിക്കുമ്പോൾ കിട്ടാത്ത പല ആശയങ്ങളും പരിഹാരങ്ങളും സ്വപ്നത്തിലൂടെ ലഭിക്കാറുണ്ട്. ഉദാഹരണത്തിന്, തയ്യൽ മെഷീന്റെ സൂചി കണ്ടുപിടിച്ചത് എലിയാസ് ഹോ എന്ന ശാസ്ത്രജ്ഞൻ കണ്ട ഒരു സ്വപ്നത്തിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു. സ്വപ്നങ്ങളിലെ വിചിത്രമായ പ്രത്യേകതകൾ. നമ്മുടെ തലച്ചോറിലെ ലോജിക്കലായ ഭാഗങ്ങൾ ഉറക്കത്തിൽ മന്ദഗതിയിലാകുന്നതുകൊണ്ടാണ് സ്വപ്നങ്ങളിൽ താഴെ പറയുന്നവ സംഭവിക്കുന്നത്. വായന അസാധ്യം. സ്വപ്നത്തിൽ നമുക്ക് അക്ഷരങ്ങൾ വായിക്കാൻ കഴിയില്ല. നിങ്ങൾ ഒരു പുസ്തകമോ ഫോണോ നോക്കിയാൽ അക്ഷരങ്ങൾ അവ്യക്തമായോ മാറിമറിഞ്ഞോ ഇരിക്കും. സമയം തിരിച്ചറിയാൻ കഴിയില്ല. സ്വപ്നത്തിൽ ഒരു ക്ലോക്കിലെ സമയം കൃത്യമായി കാണാൻ സാധിക്കില്ല. ഓരോ തവണ നോക്കുമ്പോഴും സമയം മാറിക്കൊണ്ടിരിക്കും. മിക്ക ആളുകളും വർണ്ണാഭമായ സ്വപ്നങ്ങൾ കാണുമ്പോൾ പണ്ടുകാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ കണ്ട് വളർന്ന പ്രായമായവരിൽ ഇപ്പോഴും കറുപ്പും വെളുപ്പും സ്വപ്നങ്ങൾ കാണുന്ന പ്രവണത കൂടുതലാണ്. മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം. സ്വപ്നം കാണുമ്പോൾ തലച്ചോറിലെ ചില ഭാഗങ്ങൾ അതീവ ജാഗ്രതയിലായിരിക്കും. വികാരങ്ങളെ നിയന്ത്രിക്കുന്ന അമിഗ്ഡല സജീവമാകുന്നതിനാലാണ് സ്വപ്നത്തിൽ പേടിയും സന്തോഷവും അനുഭവപ്പെടുന്നത്. യുക്തിപരമായ ചിന്തകളെ നിയന്ത്രിക്കുന്ന പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഉറങ്ങുന്നതിനാലാണ് സ്വപ്നത്തിലെ അവിശ്വസനീയമായ കാര്യങ്ങൾ സത്യമാണെന്ന് നമുക്ക് തോന്നുന്നത്. ചിലർ ഒരേ സ്വപ്നം തന്നെ വീണ്ടും വീണ്ടും കാണാറുണ്ട്. ഇത് സാധാരണയായി നമ്മുടെ ജീവിതത്തിലെ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളെയോ ഉള്ളിലൊളിപ്പിച്ചുവെച്ച ഉത്കണ്ഠയെയോ ആണ് സൂചിപ്പിക്കുന്നത്. പരീക്ഷ എഴുതാൻ പേടി, ഉയരത്തിൽ നിന്ന് വീഴുക തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്. നിങ്ങൾക്കറിയാമോ, ഉറക്കത്തിൽ കൂർക്കം വലിക്കുന്നവർ ആ സമയത്ത് സ്വപ്നം കാണാറില്ല എന്നാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇത് പൂർണ്ണമായും തെളിയിക്കപ്പെട്ടിട്ടില്ല. അമിതമായ ഭയം, ഉത്കണ്ഠ, ദേഷ്യം എന്നിവ നൽകുന്ന സ്വപ്നങ്ങളാണിവ. ഇത് അമിതമായാൽ താഴെ പറയുന്ന പ്രശ്നങ്ങളുണ്ടാകാം. ഉറക്കമില്ലായ്മ, മാനസിക സമ്മർദ്ദം. പേടി സ്വപ്നങ്ങൾ കണ്ട് പെട്ടെന്ന് ഞെട്ടിയുണരുന്നത് ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുകയും പകൽ സമയത്ത് ക്ഷീണവും ഏകാഗ്രതക്കുറവുമുണ്ടാക്കുകയും ചെയ്യും. ഉറക്കത്തിനും ഉണർവിനും ഇടയിലുള്ള അവസ്ഥയാണിത്. ഇതിനെ മലയാളത്തിൽ പലയിടങ്ങളിലും അമർത്തിപ്പിടിക്കുക എന്ന് പറയാറുണ്ട്. ലക്ഷണം. കണ്ണു തുറക്കാൻ സാധിക്കും, ചുറ്റുമുള്ളത് കാണാം. എന്നാൽ കൈകാലുകൾ അനക്കാനോ സംസാരിക്കാനോ കഴിയില്ല. ഈ സമയത്ത് ഭയാനകമായ രൂപങ്ങൾ കാണുന്നതായും ശ്വാസം മുട്ടുന്നതായും തോന്നാം. ഇത് വലിയ മാനസിക ഭീതിക്ക് കാരണമാകാറുണ്ട്. ആവർത്തിച്ചുള്ള സ്വപ്നങ്ങൾ. ഒരേ പേടിപ്പെടുത്തുന്ന സ്വപ്നം തന്നെ വീണ്ടും വീണ്ടും കാണുന്നത് മാനസികമായി തളർത്തും. ഇത് പലപ്പോഴും ജീവിതത്തിലെ തീരാത്ത മാനസിക സംഘർഷങ്ങളുടെ സൂചനയാകാം. REM ബിഹേവിയർ ഡിസോർഡർ. സാധാരണ സ്വപ്നം കാണുമ്പോൾ നമ്മുടെ ശരീരം അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കും. എന്നാൽ ഈ പ്രശ്നമുള്ളവരിൽ ശരീരം തളരില്ല. ഇവർ സ്വപ്നത്തിൽ കാണുന്ന കാര്യങ്ങൾ ഉറക്കത്തിൽ തന്നെ പ്രവർത്തിക്കും. ഇത് അപകടകരമാണ്. ഉറക്കത്തിൽ നടക്കുക. ഇതൊരു സ്വപ്നാവസ്ഥയുടെ ഭാഗമായി സംഭവിക്കുന്നതാണ്.
ഗാഠനിദ്രയിൽ ആയിരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ജനലിലൂടെ പുറത്തേക്ക് ചാടാനോ വീടിന് പുറത്തേക്ക് ഇറങ്ങിപ്പോകാനോ സാധ്യതയുള്ളതിനാൽ ഇത് വളരെ അപകടകരമാണ്. ഫാൾസ് അവേക്കനിംഗ്. നമ്മൾ ഉറക്കത്തിൽ നിന്നും ഉണർന്നു എന്ന് നമുക്ക് തോന്നും. എഴുന്നേറ്റ് പല്ല് തേക്കുന്നു, കുളിക്കുന്നു എന്നൊക്കെ സ്വപ്നം കാണും. പക്ഷേ പെട്ടെന്നുണരുമ്പോഴായിരിക്കും ഇതെല്ലാം സ്വപ്നമായിരുന്നു എന്ന് മനസ്സിലാകുന്നത്. സ്വപ്നങ്ങൾ കാരണം കൃത്യമായ ഉറക്കം ലഭിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുകയോ അക്രമാസക്തനാവുകയോ ചെയ്താൽ വൈകാതെ ഒരു ഡോക്ടറുടെ സഹായം തേടണം. പകൽ സമയത്ത് അമിതമായ ഉറക്കവും തളർച്ചയും അനുഭവപ്പെട്ടാലും ശ്രദ്ധിക്കണം. കൃത്യസമയത്ത് ഉറങ്ങുക. ഉറങ്ങുന്നതിനു മുൻപ് മൊബൈൽ ഫോൺ ഒഴിവാക്കുക. ലഹരി പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുക. സമ്മർദ്ദം കുറയ്ക്കാൻ ധ്യാനം ശീലിക്കുക എന്നിവ സ്വപ്നം മൂലമുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. നമ്മളൊരു സ്വപ്നം കാണുമ്പോൾ പെട്ടെന്നൊരു സാഹചര്യത്തിന്റെ മധ്യത്തിൽ നമ്മൾ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് അവിടെ എത്തിയതെന്നോ അതിനു മുൻപ് എന്ത് സംഭവിച്ചെന്നോ ഉള്ള ഓർമ്മ സ്വപ്നത്തിലുണ്ടാകില്ല. ഉണർന്നു കഴിഞ്ഞ് ചിന്തിക്കുമ്പോൾ മാത്രമാണ് ആ യുക്തിക്കേട് നമുക്ക് മനസ്സിലാകുന്നത്. സ്വപ്നത്തിലെ സമയം യഥാർത്ഥ സമയവുമായി ബന്ധപ്പെട്ടതല്ല. ചിലപ്പോൾ മണിക്കൂറുകൾ നീണ്ടുനിന്നു എന്ന് തോന്നുന്ന സ്വപ്നം യഥാർത്ഥത്തിൽ വെറും 5 മുതൽ 20 മിനിറ്റ് വരെ മാത്രമായിരിക്കും. ശാസ്ത്രജ്ഞന്മാരുടെ കൗതുകകരമായ വാദങ്ങൾ. പരിണാമ സിദ്ധാന്തപ്രകാരം അപകടകരമായ സാഹചര്യങ്ങളെ എങ്ങനെ നേരിടണം എന്ന് തലച്ചോറ് നടത്തുന്ന ഒരു മോക്ക് ഡ്രില്ലാണ് സ്വപ്നം എന്ന് ചിലർ വാദിക്കുന്നു. തലച്ചോറിലെ അനാവശ്യമായ വിവരങ്ങളെ നീക്കം ചെയ്യുന്ന ഒരു ക്ലീനിംഗ് പ്രോസസ്സാണ് ഇതെന്നും നിരീക്ഷണങ്ങളുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ വാദപ്രകാരം നമ്മുടെ ഉള്ളിൽ അടിച്ചമർത്തപ്പെട്ട ആഗ്രഹങ്ങളാണ് സ്വപ്നങ്ങളിലൂടെ പുറത്തുവരുന്നത്. സ്വപ്നങ്ങളിലെ കൗതുകങ്ങൾ. നമുക്ക് അപരിചിതരെ കാണാൻ കഴിയില്ല. നമ്മൾ ഒരിക്കലും കാണാത്ത ഒരു മുഖം നമ്മുടെ തലച്ചോറിന് സൃഷ്ടിക്കാൻ കഴിയില്ല. സ്വപ്നത്തിൽ കാണുന്ന അപരിചിതർ യഥാർത്ഥത്തിൽ നമ്മളെപ്പോഴോ കണ്ടുമറന്ന മുഖങ്ങളായിരിക്കും. സ്വപ്നത്തിൽ ദൃശ്യങ്ങൾക്കാണ് മുൻഗണന. ഭൂരിഭാഗം ആളുകൾക്കും സ്വപ്നത്തിൽ മണമോ രുചിയോ അനുഭവപ്പെടാറില്ല. ലൂസിഡ് ഡ്രീമിംഗ് എന്നത് സ്വപ്നലോകത്തെ ഒരു സൂപ്പർ പവർ പോലെയാണ്. നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതൊരു സ്വപ്നമാണല്ലോ എന്ന് തിരിച്ചറിയുന്ന അവസ്ഥയാണിത്. ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് ആകാശത്തിലൂടെ പറക്കാനോ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാനോ സാധിക്കും. പലപ്പോഴും നമ്മൾ ഒരു സ്ഥലത്തോ സാഹചര്യത്തിലോ എത്തുമ്പോൾ ഇത് ഞാൻ മുമ്പ് സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നാറുണ്ട്. ഇതിനെ ദേജാ റീവ് എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ മസ്തിഷ്കം വിവരങ്ങൾ ശേഖരിക്കുന്നതിനിടയിൽ സംഭവിക്കുന്ന ഒരു ചെറിയ ഗ്ലിച്ചാണിത്. ഒരു അനുഭവം ഷോർട്ട് ടേം മെമ്മറിക്ക് പകരം നേരിട്ട് ലോങ് ടേം മെമ്മറിയിലേക്ക് എത്തുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്.